നമസ്കാരം. കഴിഞ്ഞ ഏപ്രിൽ 8 മുതൽ 7 ആഴ്ച പശ്ചിമേഷ്യ താൽക്കാലിക സമാധാനത്തിലായിരുന്നു. എന്നാൽ ഇന്ന് തകർന്നടിഞ്ഞ് ഇറാനാകട്ടെ ഇസ്രായേലിന്റെ പഞ്ഞിക്കെട്ട്, ഇസ്രായേലിന്റെ പരിപ്പിളക്കി, ഇസ്രായേലിനെ ഇല്ലാതാക്കി അടങ്ങൂ എന്ന നിലയിൽ കടന്നാക്രമിച്ചിരിക്കുക, ഇസ്രായേലിൽ സർവനാശം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇസ്രായേലും വിടുന്നില്ല. ഇറാന്റെ പല ഭാഗങ്ങളിലും വലിയ പരിക്കേൽപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് അരുത് എന്ന് പറഞ്ഞിട്ടും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും ഓടാ പുല്ലേ എന്ന് ട്രംപിനോട് പറഞ്ഞിരിക്കുക. അതായത് ഒരു നിലയ്ക്കും ട്രംപിനെ നെതന്യാഹു വകവയ്ക്കുന്നില്ല, ട്രംപ് പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. ട്രംപിന് നെതന്യാഹുവിനെ തടുക്കാൻ കഴിയാതെ വല്ലാത്തൊരു അവസ്ഥയിലാണ്, നാണക്കേടായിരിക്കുകയാണ് ലോകത്ത് ഇപ്പോൾ. പശ്ചിമേഷ്യയിൽ കഴിഞ്ഞ ഏപ്രിൽ 8 മുതൽ 7 ആഴ്ച താൽക്കാലിക സമാധാനം ഉണ്ടായിരുന്നു. ഇന്നത് തകർന്നടിയുമ്പോൾ ഇസ്രായേലും ഇറാനും പരസ്പരം മിസൈലുകളും ബോംബുകളും ഭക്ഷിച്ചുകൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള യുദ്ധത്തിലേക്കാണ് നീങ്ങുന്നത്. ഇതുവരെ കളിച്ചതൊന്നുമല്ല. നമ്മൾ ഇതിനു മുമ്പ് ഒരു മാസം യുദ്ധം കണ്ടിരുന്നു. ഇറാന്റെ ഒരു ഭീകര താണ്ഡവം കണ്ടിരുന്നു. ഇസ്രായേലിന്റെ അയൺഡോമുകള്, ഇസ്രായേലിന്റെ മറ്റ് പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തച്ചുടച്ചുകൊണ്ട് തലങ്ങും വിലങ്ങും ഇസ്രായേലിനെ തരിപ്പണമാക്കുന്നതാണ് കണ്ടിരുന്നത്. എന്നാൽ അന്നത്തെ ആ യുദ്ധ സാഹചര്യങ്ങളൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരു ഭീകര യുദ്ധത്തിലേക്ക്, ഏറ്റവും ഭീകരമായ ഒരു യുദ്ധത്തിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് അൽ ജസീറ ഇന്ന് ലൈവ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്, ഇറാനെ സംബന്ധിച്ചിടത്തോളം ലെബനൻ, ഹിസ്ബുല്ല ഒക്കെ ഇറാന് പ്രിയപ്പെട്ടതാണ്. യുദ്ധം നിൽക്കുമ്പോൾ മേഖലയിലെ മുഴുവൻ യുദ്ധങ്ങൾ ഒരുമിച്ച് നിൽക്കണം, അല്ലാതെയുള്ള യുദ്ധനിർത്തൽ, വെടിനിർത്തൽ കരാറുകൾ അതൊന്നും തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് ഇറാൻ തുടക്കം മുതൽ പറയുന്നുണ്ട്. ലെബനനെയും ഹിസ്ബുല്ലയും ഒക്കെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇറാൻ കരാറിലൊന്നും ഉൾപ്പെടാത്തതും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സംഘർഷത്തിന്റെ തുടക്കം ലെബനന്റെ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള മാരകമായിട്ടുള്ള ബോംബാക്രമണമാണ്. വളരെ മാരകമായിട്ട്, ലെബനോൻ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള മാരകമായ ആക്രമണമാണ് ഇസ്രായേൽ അവിടെ അഴിച്ചുവിട്ടത്. ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലകളിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള അധിനിവേശം എല്ലാവിധ റെഡ് ലൈനുകളും ലംഘിക്കുന്നതായിരുന്നു എന്നാണ് വാർത്തകൾ റിപ്പോർട്ട് വരുന്നത്. ഇറാനിൽ ഇപ്പോൾ വെടിനിർത്തലാണ്. ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഇപ്പൊ യുദ്ധമില്ല. അതുകൊണ്ട് ഇറാൻ നോക്കി വെറുതെ ഇരുന്നോളും എന്നുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെയും ഒക്കെ അവരുടെ തോന്നൽ, അതിനെ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് വടക്കൻ ഇസ്രായേലിനെ ലക്ഷ്യമാക്കിയിട്ട് ഇറാൻ മിസൈലുകളുടെ ഒരു വൻ നിര തന്നെ തൊടുത്തുവിടുന്നത്. ഇറാന്റെ ഔദ്യോഗിക സൈന്യമായിട്ടുള്ള IRGC ഈ മിസൈൽ മഴ ഇസ്രായേലിലേക്കുള്ള കടുത്ത താക്കീത് മാത്രമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇസ്രായേലിനെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ള, അവരുടെ അയൺ ഡോമിനെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ള, അവരുടെ മറ്റ് സംവിധാനങ്ങളെ മുഴുവൻ, പ്രതിരോധ സംവിധാനങ്ങളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ള ഈ മിസൈൽ മഴ വെറും താക്കീത് മാത്രമാണ്, ശരിക്കുള്ള അടി വരാനിരിക്കുന്നതേ ഉള്ളൂ, കരുതിയിരുന്നുള്ളൂ എന്നാണ് IRGC ഇസ്രായേലിന് താക്കീത് കൊടുത്തിരിക്കുന്നത്. ലോകത്തിനറിയാം, എല്ലാവർക്കും അറിയാം, മിണ്ടാതിരിക്കുന്നതാണ്. ഓരോ യുദ്ധം കഴിയുന്തോറും, ഓരോ തർക്കങ്ങൾ കഴിയുന്തോറും ഇസ്രായേൽ മറ്റു രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ട് അവരുടെ ഭൂപ്രദേശങ്ങൾ കൈയടക്കി ഇസ്രായേലിന്റെ പ്രദേശം വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ കൈയടക്കിയിട്ടുള്ള വെസ്റ്റ് ബാങ്കില്, പിന്നെ ഇസ്രായേലിന്റെ ജെറുസലേമിലൊക്കെ ഇറാന്റെ മിസൈലുകൾ തലങ്ങും വിലങ്ങും പതിക്കുന്നതിന്റെയും ജനങ്ങൾ ഭയന്ന് ഓടുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പോലെ അല്ല. നേരത്തെ ഇസ്രായേലിലെ ദൃശ്യങ്ങൾ പുറത്തു വരാൻ വലിയ പ്രയാസമായിരുന്നു. പക്ഷെ ഇന്ന് ആ ദൃശ്യങ്ങൾ, ഭീകരമായ ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇസ്രായേലിന്റെ ആകാശത്ത് തീമഴ തോരാത്ത ഒരു സെക്കൻഡ് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. സൈറൺ മുഴങ്ങി, എപ്പോഴും സൈറൺ. അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും ഒക്കെ സൈറൺ അല്ലാതെ ഇന്ന് മറ്റൊന്നും ഇല്ലായിരുന്നു എന്നാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ. കഴിഞ്ഞ 7 ആഴ്ചയായി അടക്കി വെച്ചിട്ടുള്ള ഇറാന്റെ സർവ്വ സൈനിക വീര്യം ഒരൊറ്റ രാത്രി കൊണ്ട് ഇസ്രായേലിന്റെ നെഞ്ചിലേക്ക് അവർ അഴിച്ചുവിട്ടിരിക്കുക. വെറും ഒരു പ്രതീകാത്മക ആക്രമണമല്ല, ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ കോട്ടകളെപ്പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് വടക്കൻ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി നൂറുകണക്കിന് ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകളുടെയും മാരകമായിട്ടുള്ള ആത്മഹത്യാ ഡ്രോണുകളുടെയും ഒരു വൻ നിര തന്നെയാണ് ഇറാൻ ഒരേ സമയം തൊടുത്തുവിട്ടത് എന്നാണ് വാർത്ത വരുന്നത്. നമുക്കറിയാം, അമേരിക്ക പറഞ്ഞത് ഒരു കാരണവശാലും നിങ്ങൾ ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകൾ തൊടുക്കരുത് എന്ന് ഇറാനോട് ആവർത്തിച്ച് താക്കീതിന്റെ സ്വരത്തിൽ അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതല്ല. ഇറാൻ കണ്ണുമൂട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് പെരുമാറുന്നത്, ആരാണ് മുന്നിലുള്ളതെന്ന് നോക്കുന്ന ഒരു സ്വഭാവമില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ഔദ്യോഗിക സൈനിക വ്യൂഹമായിട്ടുള്ള IRGC ഈ മിസൈൽ മഴ, ഇത്രയും മാരകമായിട്ടുള്ള ആ മിസൈൽ മഴയെ വിശേഷിപ്പിച്ചത് വെറും ഒരു തിരിച്ചടിയായിട്ടല്ല, ഇസ്രായേലിന്റെ അഹങ്കാരത്തിന് മേലുള്ള
കടുത്ത അവസാന താക്കീതായിട്ടാണ്. അതായത് ഞങ്ങൾ യുദ്ധമല്ല നിങ്ങളോട് ചെയ്യുന്നത്, നിങ്ങളെ അടിച്ച് തിമിർത്തുകയല്ല ചെയ്യുന്നത്, ഇത് വെറും താക്കീത് മാത്രമാണ് എന്ന്. ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളിലെല്ലാം അപായ സൈറനുകൾ നിർത്താതെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അതായത് യുദ്ധം എന്ന് പറയുന്നത് അതിന്റെ പരമകൊടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. പശ്ചിമേഷ്യ കാണാത്ത, ലോകം ഇതുവരെ കാണാത്ത ഒരു കൊടിയ യുദ്ധത്തിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. അതായത് ഇറാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇനി ഞങ്ങൾ തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ പിന്നെ ഭൂമുഖത്തുണ്ടാവില്ല, ആ നിലയിൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന. ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇറാൻ ഈ ഭൂമുഖത്ത് വേണമെന്ന് ഇറാൻ ഒരു നിർബന്ധമില്ല. ഇറാനിലെ ജനങ്ങൾ, ഇറാനിലെ ഭരണാധികാരികൾ ജീവനിൽ യാതൊരു ഭയവുമില്ല. അങ്ങനെ ജീവനിൽ ഒരു ഭയവുമില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ബങ്കറുകളുമില്ല. ഇവിടെ ജീവനിൽ ഭയമുള്ളത്, പേടിയുള്ളത് ഇസ്രായേലിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധം എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുർബലവുമായിരിക്കുമെന്ന് ഇറാനറിയാം. അതുകൊണ്ട് ആ ഭീകരതയെ, ഈ ലോകത്തെ ആ ഒരു ഭീകരതയെ തുടച്ചു നീക്കാതെ ഇനി ഞങ്ങൾക്ക് വിശ്രമമില്ല എന്നാണ് ഇറാൻ പറയുന്നത്. അധിനിവേശ വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നേരത്തെയുള്ള വെസ്റ്റ് ബാങ്ക്. ഇപ്പോ അധിനിവേശം ഇസ്രായേൽ പിടിച്ചു വെച്ചിട്ടുള്ള വെസ്റ്റ് ബാങ്കിന്റെ കാര്യം പറയുന്നത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിന്റെ ആകാശത്തുമൊക്കെ ഇറാന്റെ മിസൈലുകൾ പാഞ്ഞു പോകുന്നതിന്റെ, തീഗോളങ്ങളായി പതിക്കുന്നതിന്റെ ഒക്കെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇന്ന് വൈറലാ. ഇസ്രായേലിന്റെ വിഖ്യാതമായിട്ടുള്ള അയൺ ഡോം, അതായിരുന്നല്ലോ അവരുടെ ഏറ്റവും വലിയ പ്രതിരോധം. ആ അയൺ ഡോം സംവിധാനങ്ങൾക്ക് തടുക്കാൻ കഴിയാത്ത അതിവേഗ മിസൈലുകളാണ് ഇറാൻ ഇത്തവണ പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് ഇതുവരെ ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇതുവരെ അത്തരത്തിലുള്ള മിസൈലുകൾ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറാന്റെ കരുത്ത് എത്രയാണെന്ന് ഇസ്രായേൽ ഇതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. ഈ യുദ്ധം തുടങ്ങിയ ശേഷം, ഈ ഗൾഫ് യുദ്ധം, മിഡിൽ ഈസ്റ്റിലെ യുദ്ധം തുടങ്ങിയ ശേഷം ഇത്രയും കരുത്തുള്ള, ഈ വിധത്തിലുള്ള ഒരൊറ്റ മിസൈലും ഇസ്രായേലിലേക്കോ അല്ലെങ്കിൽ അമേരിക്കന്റെ സൈനിക താവളങ്ങളിലേക്കോ പോയിരുന്നില്ല. എന്നാൽ ഇസ്രായേൽ ഇതുവരെ കാണാത്ത, അമേരിക്കയും ഇസ്രായേലും ഇതുവരെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള മിസൈലുകളാണ് ഇന്ന് ഇസ്രായേലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഏത് വിധത്തിലാണ് അതിനെ കണ്ടെത്തേണ്ടത്, എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടതെന്ന് ഇസ്രായേലിന് അറിയാൻ കഴിയുന്നില്ല. മിസൈലുകൾ വന്ന് പതിക്കുന്ന ഭീകരമായ ശബ്ദം കേട്ടിട്ട് ജനങ്ങൾ ജീവനും കൊണ്ട് ബങ്കറിലേക്ക് ഓടുക. നേരത്തെ സൈറനുകൾ വരുമായിരുന്നു, പക്ഷെ ഇപ്പോൾ സൈറൻ കേൾക്കുമ്പോഴേക്കും മിസൈലുകൾ പതിച്ചിട്ടുള്ള ഭീകരമായ ശബ്ദം കേട്ടിട്ട് ജനങ്ങൾ ജീവനും കൊണ്ട് ബങ്കറുകളിലേക്കും സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും അലറിക്കരഞ്ഞുകൊണ്ട് ഓടുന്ന ദൃശ്യങ്ങളാണ് ജെറുസലേമിൽ നിന്നും ടെല്ലവീവിൽ നിന്നും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ടെല്ലവീവിലെ പ്രധാന കമാൻഡ് സെന്ററുകൾ, അവിടെ നിന്നുകൊണ്ടാണ് ഇറാനെ അടിക്കുന്നതും അല്ലെങ്കിൽ പലസ്തീനെ അവിടെ അടിക്കുന്നതും അതുപോലെ ലെബനനെ അടിക്കുന്നതും എല്ലായിടത്തും ടെല്ലവീവിലെ ആ പ്രധാന കമാൻഡ് സെന്ററുകളെ ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ അധിനിവേശങ്ങൾക്ക് ഇറാന്റെ മണ്ണിൽ നിന്നും അവർ നൽകുന്ന കൃത്യമായിട്ടുള്ള മറുപടിയാണ് എന്നാണ് IRGC അവരുടെ ഔദ്യോഗിക പ്രസ്താവനയിലൂടെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. അതായത് മറുപടിയാണ്, താക്കീതാണ് എന്നാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ മിസൈൽ പ്രഹരത്തിന് തൊട്ടു പിന്നാലെ, അതായത് ഇസ്രായേലും മിസൈൽ പതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഇസ്രായേൽ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഇറാനിലേക്ക് അതിശക്തമായിട്ടുള്ള പ്രത്യാക്രമണം നടത്താൻ ഇസ്രായേലിനും കഴിഞ്ഞിട്ടുണ്ട്. ടെഹ്റാന്, തബ്രീസ്, ഇസ്ഫഹാൻ തുടങ്ങിയ പ്രധാന ഇറാനിയൻ നഗരങ്ങളിലെ 15ഓളം കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ബോംബ് വർഷിച്ചു എന്നാണ് വരുന്ന വാർത്ത. അതായത് മിസൈലുകൾ കൊണ്ട് ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് ബോംബ് വർഷിച്ചുകൊണ്ട് ഇറാനെ തകർക്കാനാണ് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 15ഓളം കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ ബോംബ് വർഷിച്ചത് എന്നാണ് വാർത്ത വരുന്നത്. ടെഹ്റാനിലെ ഡ്രോൺ സംഭരണശാലയും മെഹ്റാബാദിലെ അന്താരാഷ്ട്ര വിമാനത്താവളവും ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നുവെന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്. ഇതോടെ മിഡിൽ ഈസ്റ്റിൽ യുദ്ധം സമ്പൂർണമായ തോതിലായിരിക്കുകയാണ്. ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. നോക്കൂ, യുദ്ധത്തിന്റെ 12ാമത്തെ ദിവസം നമ്മുടെ അടുക്കള അടഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് പെട്രോളിന്റെയും ഡീസലിന്റെയും വില നമുക്ക് താങ്ങാൻ കഴിയാത്ത വിധം പോകുന്നുണ്ടെങ്കിൽ, ഈ യുദ്ധം നീണ്ടുനിന്നാൽ, മിഡിൽ ഈസ്റ്റിലെ യുദ്ധം നീണ്ടുനിന്നാൽ നമ്മുടെയൊക്കെ അവസ്ഥ എവിടെ എത്തിച്ചേരും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ ഈ യുദ്ധം ഏറ്റവും കൂടുതൽ തിരിച്ചടിയായിരിക്കുന്നത് ഇസ്രായേലിനും ഇറാനുമല്ല, അതിനേക്കാൾ കൂടുതൽ തിരിച്ചടിയായിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനാണ്. ഇറാൻ മിസൈൽ തൊടുത്തതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഇതിന് തിരിച്ചടി നൽകരുതെന്നും ഉടൻ തന്നെ വെടിവെപ്പ് നിർത്തണമെന്നും കർശനമായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ട്രംപിന്റെ വാക്കുകൾ പൂർണ്ണമായി അവഗണിച്ചു. ആ കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറയണ്ട എന്ന് നെതന്യാഹു പറഞ്ഞതിന് പിന്നാലെ ഇറാനെതിരെ വ്യോമാക്രമണം ശക്തമായിട്ട് നടത്തുകയും ചെയ്തു. നെതന്യാഹുവിനെ നിയന്ത്രിക്കാൻ ട്രംപിന് സാധിക്കുന്നില്ല എന്നും ട്രംപിന്റെ വിദേശ നയം പരാജയപ്പെട്ടുവെന്നാണ് ഡെമോക്രാറ്റിക് സെനറ്റർമാർ ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ട്രംപിന്റെ നിലനിൽപ്പ് അപകടത്തിലായിരിക്കുന്നു. അമേരിക്കയാണ് മേഖലയിൽ സമാധാനം തകർത്തത് എന്നാണ് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായി കുറ്റപ്പെടുത്തിയത്. ഇവിടെ ലോകരാഷ്ട്രങ്ങൾ, കാനഡ ഉൾപ്പെടെയുള്ള
ആഗോള ശക്തികൾ ഈ സമാധാന ചർച്ചകൾ വഴിമുട്ടിയതിന്റെ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇത് ഇന്ത്യയോ അല്ലെങ്കിൽ പാകിസ്ഥാനോ നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റോ ഒന്നുമല്ല, അതിനപ്പുറത്തേക്ക് എല്ലാ രാജ്യങ്ങളും, ലോക രാജ്യങ്ങളിലേക്ക് ഈ യുദ്ധത്തിന്റെ പ്രതിധ്വനി എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഒരൊറ്റ ദിവസത്തെ യുദ്ധത്തോടെ അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. ആഗോള ഓഹരി വിപണികൾ കുത്തനെ തലകുത്തി താഴേക്ക് വീണു. ക്രൂഡ് ഓയിൽ ഒരൊറ്റയടിക്ക് 4.88% വർദ്ധിച്ചിട്ട് ബാരലിന് $97.52 കുതിച്ചുയർന്നു. ഇസ്രായേലും ഇറാനും തമ്മിൽ നേരിട്ടുള്ള ഈ യുദ്ധം ആഗോള തലത്തിൽ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ 2 മാസം കണ്ടതുപോലെയല്ല, വെടിനിർത്തിയതുപോലെയല്ല, അമേരിക്കയും ഇസ്രായേലും കരുതുന്നത് പോലെയല്ല, ഇറാന്റെ ആയുധ ശേഖരം എത്ര ഉണ്ടെന്ന് ആർക്കും അറിയത്തുമില്ല. അതായത് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇതുവരെ കാണാത്ത പുതിയ മിസൈലുകൾ ഇറാൻ പരീക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു. അതായത് അവർ ആയുധങ്ങൾ ഉണ്ടാക്കി കൂട്ടി വെച്ചതല്ലാതെ ഇതുവരെ എവിടെയും പരീക്ഷിക്കാനോ അല്ലെങ്കിൽ അതിന്റെ റേഞ്ച് എത്രയാണോ എന്ന് പരീക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇറാൻ കരുതുന്നതിന് അപ്പുറമാണ് അതിന്റെ പ്രഹരശേഷി എന്ന് ഇസ്രായേൽ ചെന്ന് പതിക്കുമ്പോൾ ഇസ്രായേൽ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുക. Different angles. Don't forget to subscribe and support this channel.